ഹായ്, ഒരു പിറന്നാൾ സദ്യയാണേ. കണ്ണൻ്റെ പിറന്നാളായിരുന്നു. അപ്പം അവന് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവന് ചെറിയൊരു സദ്യ ഉണ്ടാക്കി കൊടുത്തു. അച്ചാറും ഇഞ്ചിക്കറിയും ഒന്നും ഇല്ലായിരുന്നു. മാങ്ങാച്ചാറ് നേരത്തെ ശകലം ഇരിപ്പുണ്ടായിരുന്നു. ബാക്കി കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അവന് അവിയൽ അത്ര ഇഷ്ടമല്ല, എന്നാലും അവിയൽ ഞാൻ വെച്ചേ. അവിയൽ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുകൂടി ഇട്ട് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഒരു പൂള് മാങ്ങയും പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുത്ത് അരപ്പൂടി ഇട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് കൊടുത്ത് നല്ല വെന്ത് വരുമ്പോൾ ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിയൽ റെഡിയായി. പരിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പായിട്ട് വാങ്ങിച്ചില്ല, പയർ വറുത്ത് നല്ല മൂത്ത് വരുമ്പം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പൊടിയെല്ലാം പാറ്റിക്കളഞ്ഞ് ആ പരിപ്പ് ഒരു 6-7 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ഒന്ന് വെന്ത് വരുവേ. എന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് തോരനാണ്, ക്യാബേജ് തോരൻ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് തോരന് ക്യാബേജും സവാളയും പച്ചമുളകും തേങ്ങയും കൂടെ ഇട്ടാണ് അത് തോരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പരിപ്പിനകത്ത് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. എല്ലാം ശകലം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്. ഉച്ചത്തേക്ക് മാത്രം മതി. പിന്നെ ബീട്രൂട്ട് കിച്ചടിക്ക് ബീട്രൂട്ട് വേവിച്ച് അരപ്പിനകത്തോട്ട് ആ വെന്ത ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് അരച്ചെടുത്ത് അവസാനം തൈര് ചേർത്ത് കൊടുക്കും. പിന്നെ സേമിയ പായസമാണ് വെച്ചേ. അതിന് വെർമസെല്ലിയാണ് ഞാൻ തേയിലിട്ട് വറുത്തെടുത്ത് തിളപ്പിച്ച് വെച്ച പാൽ ഇച്ചിരി ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുറുക്കി നല്ല വെന്ത് വരുമ്പോഴത്തേക്കും ഏലക്കയും പിന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് ബാക്കി പാലൂടെ ഒഴിച്ച് കൊടുക്കുവേ. എന്നിട്ട് ഇതിനകത്തോട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് അത് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് എനിക്ക് ഈ മിക്സഡ് വെർമസെല്ലി വാങ്ങിക്കുന്നതിനേക്കാളും ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് അതാണ്ട് പായസം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തേ. അപ്പോൾ പായസം റെഡിയായി കഴിഞ്ഞ് ഇനി ഒരു കറിയും കൂടെ വെക്കാത്ത കൂട്ടുകറിയാണ്. അതിന് ഞാൻ നേരത്തെ കറികളെല്ലാം വെക്കുന്നതിന് മുന്നേ ഇച്ചിരി ഉഴുന്ന് വെള്ളത്തിലിട്ടായിരുന്നു, ഒരു പിടി ഉഴുന്ന്. കൂട്ടുകറിക്ക് ഉള്ളിയും ഉരുളൻകിഴങ്ങും കടുക് പൊട്ടിച്ച് അതൊന്ന് നല്ല വഴട്ടിയെടുത്തിട്ട് പൊടികളൊക്കെ ചേർത്ത് അതും നല്ല വഴട്ടിയെടുത്തിട്ട് 2ാം പാൽ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കും ആ കഷ്ണങ്ങളെല്ലാം. ആ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഉഴുന്ന് വെള്ളത്തിലിട്ട് അതൊന്ന് ഉപ്പിട്ട ഉഴുന്നുവടയുടെ പരുവത്തിന് അരച്ചെടുത്തിട്ട് കുഞ്ഞു വടയായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവേ. എന്നിട്ട് ആ വെന്ത് വന്ന് കഷ്ണത്തിനകത്തോട്ട് ഈ വടകൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ കൂട്ടുകറി റെഡിയാണേ. കൂട്ടുകറിയും അവിയലും പരിപ്പും തോരനും കിച്ചടിയും പിന്നെ അച്ചാറും പിന്നെ പായസവും ഉണ്ടായിരുന്നേ.